സ്നൈപ്പർ തോക്കുകളുടെ ഭീഷണിയിൽ വിദ്യാഭ്യാസം നടത്തേണ്ട അവസ്ഥയിലാണ് ഗസയിലെ വിദ്യാർത്ഥി സമൂഹം. വീട്ടിൽ നിന്ന് സ്കൂൾ വരെയുള്ള വഴികളിലോ ചിലപ്പോൾ സ്കൂളിനുള്ളിൽ തന്നെയോ എപ്പോൾ വേണമെങ്കിലും തങ്ങളെ തേടി ഒരു സ്നൈപ്പർ ബുള്ളറ്റ് വന്നേക്കാമെന്ന ഭയാശങ്കയിലാണ് ആ പിഞ്ചു കുരുന്നുകൾ. ഗസയ്ക്കുള്ളിൽ ഇസ്രായേൽ സേന തമ്പടിച്ചിരിക്കുന്ന മഞ്ഞവരയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം ഭീതി നിലനിൽക്കുന്നത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ദിവസം എന്നത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയുടെ ദിനമായിരിക്കും. എന്നാൽ ഗസയിലെ കുരുന്നുകളുടെ കാര്യം വ്യത്യസ്തമാണ്. തിരിച്ചു വരാനാകുമോ എന്ന ഉറപ്പ് പോലും ഇല്ലാതെയാണ് അവർ ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുന്നത്. കാരണം ഇസ്രായേലിന്റെ ആക്രമണം തന്നെയാണ്. ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിരിക്കുന്ന മഞ്ഞവരയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഈ ഭീതി വലിയ തോതിൽ നിലനിൽക്കുന്നത്. മകളെ സ്കൂളിൽ അയച്ച ശേഷം കുട്ടി അവിടെ സുരക്ഷിതമായി എത്തിയിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിൽ പലപ്പോഴും പിറകെ പോകാറുണ്ടെന്നാണ് ബെയ്ത്ത് ലാഹിയയിലെ ഒരു രക്ഷിതാവ് പറയുന്നത്. മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന സാഹചര്യം ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ബെയ്ത്ത് ലാഹിയയിൽ സർവ്വതും തകർന്നു കിടക്കുകയാണ്. ഒരു വെടിവെപ്പ് ഉണ്ടായാലോ ഷെല്ലിംഗ് ഉണ്ടായാലോ സുരക്ഷയ്ക്കായി കയറി നിൽക്കാൻ പോലും ഒരു കെട്ടിടത്തിന്റെ മറയില്ലാത്ത അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഗസയിലെ ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏറിയ പങ്കും നശിപ്പിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ബെയ്ത്ത് ലാഹിയ പോലുള്ള പ്രദേശങ്ങളിൽ ടെന്റുകളിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ അവിടെയും ഒരു സംരക്ഷണമില്ല. ടെന്റുകൾക്ക് വെടിയുണ്ടകളെ തടയാൻ കഴിയില്ലല്ലോ എന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചോദിക്കുന്നത്. പഠിക്കാനുള്ള ദൃഢനിശ്ചയം ഒന്നു മാത്രമാണ് അവരെ ഈ ടെന്റുകളിലേക്ക് നയിക്കുന്നത്. പല ദിവസങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാകും വെടിയൊച്ചകൾ കേൾക്കുക. അതോടെ ക്ലാസുകൾ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. വെടിവെപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നിലത്തു കിടക്കാൻ അധ്യാപകർ ആവശ്യപ്പെടും. വെടിവെപ്പ് അവസാനിക്കുന്നതുവരെ ആ കിടപ്പ് തുടരുകയും ചെയ്യും. ഇതാണ് ഗസയിലെ പല പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ. ബെയ്ത്ത് ലാഹിയയിലെ നിരാശാജനകമായ ഈ കാഴ്ചകൾ ഗസയിലുടനീളമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വ്യാപകമായ തകർച്ചയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഗസ മുനമ്പിലെ സ്കൂളുകളിൽ 98% വ്യത്യസ്ത അളവിലുള്ള നാശനഷ്ടങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവയിൽ 88% സമഗ്രമോ സമ്പൂർണമോ ആയ പുനർനിർമ്മാണം ആവശ്യമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കെട്ടിടങ്ങൾ തകർത്തത് കൂടാതെ ഗസയിലെ വിദ്യാഭ്യാസ മേഖല ലോജിസ്റ്റിക് ഉപരോധത്തെ കൂടി അഭിമുഖീകരിക്കുന്നുണ്ട്. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പഠന വിദ്യാഭ്യാസ സാമഗ്രികൾ ഒന്നും തന്നെ ഗസ മുനമ്പിലേക്ക് ഇസ്രായേൽ അധികൃതർ അനുവദിച്ചിട്ടില്ല. ഏകദേശം 6,38,000 കുട്ടികളെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ബാധിച്ചത്. 2 അധ്യയന വർഷങ്ങളും അവർക്ക് നഷ്ടമായി. എല്ലാത്തിനും പുറമെ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കുട്ടികളിൽ പലരും കടന്നുപോകുന്നത്. അവരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വലിയ ശ്രമങ്ങൾ ആവശ്യമാണെന്നാണ് യൂണിസെഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം 30ഓളം സന്നദ്ധ സംഘടനകൾക്ക് ഗസയിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയും ഇസ്രായേൽ അടുത്തിടെ നിഷേധിച്ചിരുന്നു. മാർച്ച് 1 ഈ സംഘടനകളെല്ലാം ഗസയിൽ നിന്ന് ഒഴിവാകണമെന്നാണ് ഉത്തരവ്. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ പട്ടികയിലുണ്ട്.